CAA ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിലെ ഒരുപാട് ഇടതുപക്ഷ നേതാക്കൾ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും, ഇപ്പോൾ എനിക്കെതിരെ നിൽക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി ബഹുമാനപ്പെട്ട ശ്രീ തോമസ് ഐസക്കാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശവും ഞാൻ കാണാൻ ഇടയുണ്ടായി. ഇവരുടെ LDF-കാരെല്ലാം പറയുന്നൊരു കാര്യമാണ്, കേരളത്തിൽ നമ്മൾ CAA നടപ്പാക്കില്ല. ഇതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായി ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് എന്തെങ്കിലും ബോധവും ബോധ്യമുണ്ടെങ്കിൽ, അതിൻ്റെ ABCD എങ്കിലും അറിയാമെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഷെഡ്യൂൾ 7 അതിൻ്റെ സെക്ഷൻ 17-19 അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് സിറ്റിസൺഷിപ്പും അത് കൊടുക്കുന്ന കാര്യവും ഇതെല്ലാം ഇതിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വേർഡ് യൂണിയൻ ഗവൺമെൻറ്റാണ്. യൂണിയൻ ഗവൺമെൻറ്റിന് മാത്രമേ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മറ്റാർക്കും ഒരു റൂളുമില്ല. എന്നിട്ടും ചില സംസ്ഥാനങ്ങൾ, ചില മുഖ്യമന്ത്രിമാർ പറയുന്നു, ഇപ്പോൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉൾപ്പെടെ നമ്മളിവിടെ CAA നടപ്പാക്കില്ല. ഒരു കാര്യം വളരെ 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 വ്യക്തമായി ഞാൻ പറയുകയാണ്, ആരെങ്കിലും CAA നടപ്പാക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ജനങ്ങളെ പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി വിഡ്ഢികളാക്കുകയാണ്. കാരണം ഇതിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ ഓൺലൈനാണ്. പിന്നെ ഒരു ആപ്പുണ്ട്, എവിടെ ഇരുന്ന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇതിൽ ഈ അപ്ലൈ ചെയ്യുന്നവർ നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസ്, അയൽ രാജ്യങ്ങൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഈ 3 അയൽ രാജ്യങ്ങളിൽ നിന്നുള്ളൊരു പെർസിക്യൂട്ടഡ് മൈനോറിറ്റിയാണ്. അങ്ങനെയുള്ളവർക്ക് അർഹതയുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്തിരിക്കും. അത് തടയാൻ ഈ ലോകത്തുള്ള ഒരു ശക്തിക്കും സാധിക്കില്ല. പിന്നെയും ചിലവർ പറയും, നമ്മൾ കേരളത്തിൽ അനുവദിക്കില്ല. എന്തനുവദിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്? ഇപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങൾ, പാകിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും അഫ്ഗാനിസ്ഥാനായാലും, അവിടെ നിന്നൊരു പെർസിക്യൂട്ടഡ് മൈനോറിറ്റി ഈ രാജ്യത്ത് വന്ന് കേരളത്തിൽ അവർ താമസിക്കാൻ തീരുമാനിച്ചാൽ ഇവർ തടയുന്നു. ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു സിഖ് മതക്കാരൻ ആരായാലും പെർസിക്യൂട്ടഡ് മൈനോറിറ്റി ഈ രാജ്യങ്ങളിൽ അവർ ഇന്ത്യയിൽ വന്ന് CAA വഴി സിറ്റിസൺഷിപ്പ് എടുത്ത് കേരളത്തിൽ വന്നാൽ അവരെ തടയുന്നു. ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ നറേഷൻ, അത് UDF ആയാലും LDF ആയാലും, അവർ ഇന്ന് ഷോർട്ട് ടേം പൊളിറ്റിക്കൽ ഗെയിൻസിന് വേണ്ടി നടത്തുന്ന വളരെ ഡേഞ്ചറസ് ആയ ഒരു പ്രീണന രാഷ്ട്രീയമാണ്. ഇതാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരു വശത്ത് ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്, ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഒരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി ഭാരതത്തെ ഒരു വികസിത ഭാരതമാക്കാൻ പരിശ്രമിക്കുന്നു. മറുവശത്ത് ഷോർട്ട് ടേം പൊളിറ്റിക്കൽ ഗെയിൻസിന് വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നു. വളരെ ഡേഞ്ചറസ് ആയ ഒരു രീതിയിൽ പ്രീണന രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്കെതിരെ നിൽക്കുന്ന 2 സ്ഥാനാർത്ഥികൾ, അവർ വലിയ വലിയ കാര്യങ്ങളൊക്കെ, ഇന്നലെ ഒരു സ്ഥാനാർത്ഥി ശ്രീ ആന്റോ ആന്റണി, അദ്ദേഹം പാകിസ്ഥാൻ, അതായത് വർഷങ്ങളായി, ദശാബ്ദങ്ങളായി ഇന്ത്യയിൽ ക്രോസ് ബോർഡർ ടെററിസം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ വെള്ളപൂശാനാണ് ഇന്നലെ ശ്രമിച്ചത്. ഇതേ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ട സമയത്ത് പോലും ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇതൊക്കെ തന്നെ കാണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ്
ഇവർ എന്തിനിങ്ങനെ ചെയ്യുന്നു, എന്താണ് ഇവരുടെ അജണ്ട? പക്ഷേ ഇന്ന് കേരളത്തിലെ മുഖ്യ കക്ഷികളായ UDF ആയാലും LDF ആയാലും ഇവർ ഒരു കാര്യം വളരെ വ്യക്തമായി ഓർക്കണം. ഇത് ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഇന്ത്യയാണ്. ഈ ഇന്ത്യയിൽ നമ്മൾ അഴിമതി അനുവദിക്കില്ല, നമ്മൾ വർഗീയത അനുവദിക്കില്ല, തീവ്രവാദ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഒരു രീതിയിലും ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ 140 കോടി ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു വികസിത രാജ്യമാക്കി മാറ്റാൻ നമ്മൾ പ്രയത്നിക്കും.